നമസ്കാരം, എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ മാസത്തെ ഫുൾ മൂൺ ഗൈഡൻസ് റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായി ഞാനിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. കാർഡ് നമ്പർ 1 പോസിറ്റിവിറ്റി, കാർഡ് നമ്പർ 2 ഹോപ്പ്, കാർഡ് നമ്പർ 3 ട്രാൻക്വിലിറ്റി. നിങ്ങൾക്കായുള്ള ഫുൾ മൂൺ ഗൈഡൻസ് അറിയാനായി ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഈ 3 കാർഡുകൾ ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസൊനേറ്റ് ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മൾക്ക് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് വളരെ സ്ട്രോങ്ങും എൻകറേജിങ്ങുമായിട്ടുള്ള ഒരു ഫുൾ മൂൺ റീഡിംഗ് ആണ് ഈ കാർഡ് കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത്. ഈ കാർഡ്സിൻ്റെ മൊത്തത്തിലുള്ള എനർജി, ട്രാൻസ്ഫോർമേഷൻ, ക്ലാരിറ്റി, ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് എന്നിവയാണ് കാണിക്കുന്നത്. ഈ ഫുൾ മൂൺ ക്ലാരിറ്റി, ആക്ഷൻ, ലോങ് ടേം ഹാപ്പിനെസ് മാനിഫെസ്റ്റേഷൻ എന്നിവയ്ക്കുള്ള ശക്തമായ അവസരങ്ങൾ കൊണ്ടുവരുന്നു. സ്വയം വിശ്വസിക്കുന്നതിനും ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിനും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനും ഊന്നൽ നൽകുക. ഈ കാർഡുകളുടെ കോമ്പിനേഷൻ ആഴത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെയും നിങ്ങളുടെ സത്യവുമായി അലൈൻഡ് ആകുന്നതിൻ്റെയും നിങ്ങളുടെ വ്യക്തിപരമായ ശക്തിയിലേക്ക് പൂർണ്ണമായി ചുവടുവെക്കുന്നതിൻ്റെയും ഒരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാസ്റ്റർ കാർഡായ പോസിറ്റിവിറ്റി കാർഡ് ഈ സമയത്ത് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് പ്രധാനമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിലനിൽക്കുന്ന സംശയങ്ങളോ ഭയങ്ങളോ അല്ല, മറിച്ച് ശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കാനും സാധ്യമായതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ ഫുൾ മൂൺ എനർജി നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ചിന്തകളും ഇമോഷൻസും മാനിഫെസ്റ്റേഷന് വേണ്ടിയുള്ള ശക്തമായ ടൂൾസാണ്. അവ വിവേകത്തോടെ ഉപയോഗിക്കുക. കിങ് ഓഫ് സ്വോർഡ്സ് കാർഡ് മെൻ്റൽ ക്ലാരിറ്റി, ലോജിക്, നിർണായകത എന്നിവ ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. ഏതൊരു ഫോൾസ് ബിലീഫ്സിനെയും അൺസർട്ടനിറ്റിയെയും മറികടക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ ബുദ്ധിയെയും അനുഭവങ്ങളെയും വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലീഡർഷിപ്പ് റോൾ നിങ്ങൾക്ക് വഹിക്കേണ്ടതായി വന്നേക്കാം. ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കാനും ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള സമയമാണിത്. ഒരു കൺഫ്യൂഷനോ മടിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോകാനും സാഹചര്യം ലോജിക്കലായി അനലൈസ് ചെയ്യാനും ജ്ഞാനത്തോടെ പ്രവർത്തിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കാർഡ്. 10 ഓഫ് കപ്സ് കാർഡ് സംതൃപ്തിയുടെയും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനോഹരമായൊരു സിംബലാണ്. നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹങ്ങളുമായി, പ്രത്യേകിച്ച് റിലേഷൻഷിപ്സ്, ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ ഹാപ്പിനെസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ ഫുൾ മൂൺ നിങ്ങളെ അലൈൻഡ് ആക്കുന്നുവെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളൊരു ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിജയവും ഇമോഷണൽ ഫുൾഫിൽമെൻറ്റും കൈവരിക്കാനാകും എന്നതിൻ്റെ സൂചനയാണിത്. കിങ് ഓഫ് സ്വോർഡ്സിൻ്റെയും 10 ഓഫ് കപ്സിൻ്റെയും കോമ്പിനേഷൻ ഷോർട്ട് ടേം അച്ചീവ്മെൻറ്റ്സിനേക്കാൾ ലോങ് ടേം ഹാപ്പിനെസ്സിലേക്ക് നയിക്കുന്ന ജ്ഞാനപൂർണ്ണമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർദ്ദേശിക്കുന്നു. മൂൺ കാർഡ് ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് ആഴത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇൻറ്റ്യൂഷൻസ്, ഡ്രീംസ്, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇമോഷൻസ് എന്നിവ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനിയും ചില അൺസർട്ടനിറ്റീസോ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളോ വെളിപ്പെടുത്തേണ്ടതായി വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നയിക്കുന്നുവെന്ന് വിശ്വസിക്കുക. കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ കൂടെ കമ്പൈൻഡായിട്ട് വന്നതിനാൽ ഈ കാർഡ് നിങ്ങളുടെ ലോജിക്കിനെ ഇൻറ്റ്യൂഷനുമായി ബാലൻസ്ഡ് ആക്കാൻ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്സിനെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ അവഗണിക്കരുത്. മിസ്റ്റിക്കൽ മൂൺ ഒറാക്കിൾ കാർഡായി വന്നത് ടൈം ഈസ് നൗ കാർഡാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ആക്ഷൻ എടുക്കാനുള്ള ശക്തമായ ഒരു ആഹ്വാനമാണിത്. നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ഈ ഫുൾ മൂൺ ഏറ്റവും നല്ലൊരു സമയമാണ്. ഇനി കാലതാമസമില്ല, അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്കായി ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നുവെന്ന് വിശ്വസിക്കുക. യു ഹാവ് ഗോട്ട് ദ പവർ കാർഡ് ആണ് ഫെയറീസ് നിന്നുള്ള സന്ദേശമായി വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ കഴിവുണ്ട് എന്നതിൻ്റെ ഒരു സ്ഥിരീകരണമാണ് ഈ കാർഡ്. ഏത് ചലഞ്ചസിനെയും മറികടക്കാൻ നിങ്ങൾക്ക് ശക്തിയും ജ്ഞാനവും റിസോഴ്സസും ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കാർഡ്. നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ശക്തനാണ് നിങ്ങൾ. നിങ്ങളുടെ ആത്മവിശ്വാസം സ്വീകരിക്കുകയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യുക.
അസാധ്യമായതിൽ വിശ്വസിക്കുക എന്നാണ് അവസാനത്തെ കാർഡായ ബ്ലൂ മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ അപൂർവവും മാജിക്കലുമായ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് എത്താൻ പറ്റാത്തത്ര ദൂരെയാണെന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരു കാര്യം ഈ സമയത്ത് യഥാർത്ഥത്തിൽ സാധ്യമാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി അലൈൻഡ് ആകുന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുകയും വേണം. സത്യമാകാൻ കഴിയാത്തത്ര നല്ലതായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ഈ കാർഡ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്, പ്രത്യേകിച്ച് ഈ ഫുൾ മൂൺ എനർജിയിൽ. ചുരുക്കത്തിൽ ഈ കാർഡ് കോമ്പിനേഷൻ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിനെയാണ് കാണിക്കുന്നത്. ഈ ഫുൾ മൂണിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രധാന മാറ്റത്തെ ഈ റീഡിംഗ് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ശക്തിയിലേക്ക് കാലെടുത്ത് വെക്കുകയും വ്യക്തതയോടെ തീരുമാനങ്ങൾ എടുക്കുകയും നിങ്ങളുടെ സന്തോഷത്തിലേക്ക് നിർണായകമായ ആക്ഷൻസ് എടുക്കുകയും ചെയ്യുക. പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ മടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. കാര്യങ്ങളിൽ അനിശ്ചിതത്വം അനുഭവപ്പെടുമ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാൻ മൂൺ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കിങ് ഓഫ് സ്വോർഡ്സ് വളരെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ ഉപദേശിക്കുന്നു. അതേസമയം ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് കയ്യെത്താവുന്നതാണെന്ന് 10 ഓഫ് കപ്സ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഏറ്റവും പ്രധാനമായി നിങ്ങളിലും നിങ്ങളുടെ വിജയ സാധ്യതയിലും വിശ്വസിക്കുക. അത് അസംഭവ്യമാണെന്ന് തോന്നിയാലും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനുള്ള ഒരു അപൂർവ അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ശക്തിയിലേക്ക് കാലെടുത്ത് വെക്കുക, ആക്ഷൻസ് എടുക്കുക, നല്ല കാര്യങ്ങൾ അവയുടെ വഴിയിലാണെന്ന് വിശ്വസിക്കുക. ഇതാണ് കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഫുൾ മൂൺ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് ശക്തമായ സന്ദേശം നൽകുന്നു. ഒരു പുതിയ തുടക്കം നൽകുന്നു. നിങ്ങൾ വളരെയധികം സ്ട്രെസ്സും ഉത്തരവാദിത്തങ്ങളും വഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ മാറാൻ പോകുന്നു. ഭാരിച്ച ഭാരങ്ങൾ ഉപേക്ഷിക്കാനും ഭാവിയിൽ വിശ്വസിക്കാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയവും സന്തോഷവും സ്വാഗതം ചെയ്യാനുമുള്ള സമയമാണിത്. സ്ട്രെസ് ഉപേക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചുമലിൽ വളരെയധികം ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുന്നതാണ്. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് നിങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞാൽ ജീവിതം വേഗത്തിലാകും. വിജയം വരുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണും. നിങ്ങൾക്ക് കൂടുതൽ സ്ഥിരതയും സ്വതന്ത്രതയും അനുഭവപ്പെടാം. ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു. ആവേശകരവും പുതുമയുള്ളതുമായ ഒന്നിനായി തയ്യാറാകാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. മാസ്റ്റർ കാർഡിൽ ഹോപ്പ് കാർഡ് കാര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും മികച്ച ദിവസങ്ങൾ വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലും വിശ്വസിക്കുന്നത് തുടരുക. കാര്യങ്ങൾ ഉടൻ മെച്ചപ്പെടുമെന്നതിന് പോസിറ്റീവ് ആയിരിക്കുക. ഫാൻസ് കാർഡ് നിങ്ങൾക്ക് അമിത ജോലിഭാരം, സ്ട്രെസ് അല്ലെങ്കിൽ ഓവർലോഡ് എന്നിവ അനുഭവപ്പെടുന്നുണ്ടാകാമെന്ന് സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വളരെ അധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടാകാം. ഈ ഭാരങ്ങളിൽ ചിലത് മാറ്റി യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത്. നിങ്ങൾ സ്ട്രെസ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങാൻ തുടങ്ങുമെന്ന് ഏറ്റവും ഫാൻസ് കാർഡ് സൂചിപ്പിക്കുന്നു. ഈ കാർഡ് അർത്ഥമാക്കുന്നത് വേഗത്തിലുള്ള മാറ്റങ്ങൾ, വേഗത്തിലുള്ള പുരോഗതി, പെട്ടെന്നുള്ള വാർത്തകൾ എന്നിവയാണ്. നിങ്ങൾ എന്തെങ്കിലും കാത്തിരിക്കുകയാണെങ്കിൽ ഉടൻ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുക. 9 ഓഫ് പെന്റക്കിൾസ് വിജയത്തിന്റെയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒരു കാർഡാണ്. നിങ്ങളുടെ കഠിനാധ്വാനം ഫലം ചെയ്യുമെന്നും നിങ്ങൾ കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. സെൽഫ് കെയറിനും ജീവിതം ആസ്വദിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. മിസ്റ്റിക്കൽ മൂൺ ഒറാക്കിൾ കാർഡായി വന്നിരിക്കുന്നത് ഒക്ടോബർ കാർഡാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ആരംഭിച്ചിരിക്കാം. അല്ലെങ്കിൽ ഈ ഒക്ടോബറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കംപ്ലീഷനിലേക്ക് എത്തിയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റവും ട്രാൻസ്ഫോർമേഷനും ഓട്ടം സീസൺ പോലെ സംഭവിക്കുന്നുണ്ടെന്നും ഈ കാർഡിന് അർത്ഥമുണ്ട്. ചൈനീസിന്റെ കാർഡായി വന്നിരിക്കുന്നത് ഫ്ലവർ പവർ കാർഡാണ്. ഈ സമയത്ത് നേച്ചറും ഹീലിംഗ് എനർജിയും നിങ്ങളെ സഹായിക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പൂക്കളോ മെഡിസിനൽ പ്ലാന്റ്സോ ഉപയോഗിക്കുക. അല്ലെങ്കിൽ വിശ്രമിക്കാൻ സമയമെടുക്കുക. നിങ്ങളുടെ ഇമോഷണലും ഫിസിക്കലുമായ ഹെൽത്ത് ശ്രദ്ധിക്കാൻ ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പുതിയ തുടക്കം വരുന്നു എന്നാണ് ന്യൂ മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ ശക്തമായ ഒരു കൺഫർമേഷനാണിത്. നിങ്ങൾ മാറ്റത്തിനായി പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കുന്നതിന്റെ സൂചനയാണിത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഇപ്പോൾ സ്ട്രെസ് ഉപേക്ഷിക്കുക.
നിങ്ങൾ വളരെയധികം ഓവർലോഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കാനുള്ള സമയമാണ്. വേഗത്തിലുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാകുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ ജീവിതം നല്ല രീതിയിൽ വേഗത്തിലാകും. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം തന്നെ ഉടൻ ഫലം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കമ്മിറ്റഡ് ആയിരിക്കുക. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഒക്ടോബർ മാസം ശ്രദ്ധിക്കുക. ഈ മാസം നിങ്ങളുടെ യാത്രയിൽ പ്രധാനപ്പെട്ടതായിരിക്കാം. കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങൾ എന്താണ് ആരംഭിച്ചത്, അല്ലെങ്കിൽ ഈ ഒക്ടോബറിൽ നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. സ്വയം ശ്രദ്ധിക്കുക. പ്രകൃതി, വിശ്രമം, ഹീലിംഗ് എന്നിവ നിങ്ങളെ ബാലൻസ് ആക്കാൻ സഹായിക്കും. വിശ്രമിക്കാനും റീചാർജ് ചെയ്യാനും മറക്കരുത്. പുതിയ തുടക്കത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറാകുക. ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു. യൂണിവേഴ്സ് മെച്ചപ്പെട്ട ഒന്നിനായി വഴിയൊരുക്കുകയാണ്. പ്രോസസ്സിൽ വിശ്വസിക്കുക. ഒരു ശോഭനമായ ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. മാറ്റം സംഭവിക്കുന്നുവെന്ന് ഈ ഫുൾ മൂൺ നിങ്ങളോട് പറയുന്നു. അത് വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കും. സ്ട്രെസ് ഒഴിവാക്കുക. സ്വയം വിശ്വസിക്കുക. ആവേശകരമായ പുതിയ അവസരങ്ങൾക്ക് തയ്യാറായിരിക്കുക. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫുൾ മൂൺ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ഫുൾ മൂൺ റീഡിംഗ്. ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് ശക്തമായൊരു സന്ദേശം നൽകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ക്ഷമയോടെ ഇരിക്കുക. നിങ്ങളുടെ ശക്തിയിലേക്ക് ചുവടുവെക്കുക. ആത്മവിശ്വാസം പുലർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും ഒരു അനിശ്ചിതത്വം തോന്നിയേക്കാമെന്ന് 2 ഓഫ് സ്വോർഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, എല്ലാം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. നിങ്ങളതിന് സമയം നൽകേണ്ടതുണ്ട്. വിജയത്തിലേക്കുള്ള താക്കോൽ നിങ്ങളിൽ വിശ്വസിക്കുകയും ശാന്തത പാലിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ഫുൾ മൂൺ നിങ്ങളോട് എന്താണ് പറയുന്നതെന്നാൽ, ഒന്നാമതായി ശാന്തത പാലിക്കുക. സ്ട്രെസ് ചെലുത്തരുത്. എല്ലാം ശരിയായ സമയത്ത് സംഭവിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനും ശക്തനാണ് നിങ്ങൾ. നിങ്ങൾ കുടുങ്ങിപ്പോയതായി നിങ്ങൾക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായേക്കാം. നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുകയും നിങ്ങളുടെ ഇമോഷൻസിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ക്ഷമയോടെ ഇരിക്കുക. നല്ല കാര്യങ്ങൾ വഴിയിലാണ്, പക്ഷേ അവ എത്താൻ സമയം ആവശ്യമാണ്. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. വിജയിക്കാൻ നിങ്ങൾ ആദ്യം സ്വയം വിശ്വസിക്കണം. മാസ്റ്റർ കാർഡായ ട്രാങ്ക്വിലിറ്റി കാർഡ് യൂണിവേഴ്സ് നിങ്ങൾ വിശ്രമിക്കാനും സമാധാനം കണ്ടെത്താനും ആഗ്രഹിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രെസ്സോ ആങ്സൈറ്റിയോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ബ്രീത്ത് എടുക്കുകയും കാര്യങ്ങൾ ശരിയാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ശാന്തമാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മനസ്സ് വ്യക്തമാകുമ്പോൾ നിങ്ങൾക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാർഡായ മജീഷ്യൻ കാർഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഇതൊരു ശക്തമായ കാർഡാണ്. നിങ്ങളുടെ ഭാവിയുടെ നിയന്ത്രണം നിങ്ങളാണ് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും നിങ്ങളുടെ റിയാലിറ്റിയെ രൂപപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിലല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നിങ്ങൾക്കൊരു സ്വപ്നമോ ലക്ഷ്യമോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങേണ്ട സമയമാണ്. മൂന്നാമത്തെ കാർഡായ 2 ഓഫ് സ്വോർഡ്സ് നിങ്ങളിപ്പോൾ 2 ചോയ്സുകൾക്കിടയിൽ കുടുങ്ങിപ്പോയിരിക്കാം, അല്ലെങ്കിൽ അടുത്തതായി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കുറപ്പില്ലായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാകാത്തതിനാൽ നിങ്ങളത് ഒഴിവാക്കുന്നുണ്ടാകാം. ഈ കാർഡിൻ്റെ സന്ദേശം എന്തെന്നാൽ, നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്കിതിനകം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം എന്തെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയാം. ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ ശ്രദ്ധിക്കുകയും ശരിയായ സമയത്ത് നടപടിയെടുക്കുകയും ചെയ്യുക. നാലാമത്തെ കാർഡായ ക്വീൻ ഓഫ് കപ്സ് നിങ്ങളുടെ ഇമോഷൻസിനെയും ഇൻറ്റ്യൂഷനെയും വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ്. അമിതമായി ചിന്തിക്കുന്നതിന് പകരം സ്വയം ചോദിക്കുക, ഈ സിറ്റുവേഷൻ എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന്. ഈ കാർഡ് നിങ്ങളെ തന്നെ കെയർ ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. യു ആർ ഇമ്പോർട്ടൻറ്റ്.
നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ ക്ലാരിറ്റി ലഭിക്കാൻ സെൽഫ് കെയറിലോ ജേർണലിങ്ങിലോ മെഡിറ്റേഷനിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മിസ്റ്റിക്കൽ മൂൺ ഒറാക്കിൾ കാർഡായി വന്നിരിക്കുന്നത് ഗിവ് ഇറ്റ് ടൈം, ഇറ്റ്സ് ഇൻ ദ വർക്ക്സ് കാർഡാണ്. കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കായി സംഭവിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം. നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്കായി, അതായത് ഒരു പുതിയ ജോലി, റിലേഷൻ അല്ലെങ്കിൽ ഒരു വിജയം പോലെയുള്ളവ കാത്തിരിക്കുകയാണെങ്കിൽ അത് വരുമെന്ന് വിശ്വസിക്കുക. പ്രോസസ്സിൽ തിരക്ക് കൂട്ടരുത്. എല്ലാം ശരിയായ സമയത്ത് സംഭവിക്കുന്നു. ഫാരീസിൻ്റെ മെസ്സേജായി വന്നിരിക്കുന്നത് എവറിത്തിങ് ഈസ് ഓക്കെ കാർഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ കാർഡ് നിങ്ങളോട് പറയുന്നു, വിശ്രമിക്കൂ, എല്ലാം ശരിയാകും. ഇപ്പോൾ കാര്യങ്ങൾ അനിശ്ചിതത്തിലാണെന്ന് തോന്നിയാലും യൂണിവേഴ്സ് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. ഭയം ഉപേക്ഷിച്ച് നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് വിശ്വസിക്കുക. ആത്മവിശ്വാസമാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള താക്കോൽ എന്നാണ് അവസാനത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് ഈ റീഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഈ കാർഡ് നിങ്ങളോട് പറയുന്നു. ധൈര്യമായിരിക്കുക, നിർഭയനായിരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് പിന്നാലെ പോകുക. നിങ്ങൾ ആത്മവിശ്വാസം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയം ആകർഷിക്കും. ചുരുക്കത്തിൽ, നിങ്ങളിപ്പോൾ വിശ്രമിക്കുകയും പ്രോസസ്സിൽ വിശ്വസിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തരുത്. ശാന്തത പാലിക്കുക. കാര്യങ്ങൾ സ്വാഭാവികമായി വികസിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് അറിയുക. നിങ്ങൾക്ക് മികച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെന്ന് മജീഷ്യൻ കാർഡ് കാണിക്കുന്നു. നിങ്ങൾ സ്റ്റക്കായി പോയതായി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം പറയുന്നത് ശ്രദ്ധിക്കുക. ടു ഓഫ് സ്വോർഡ്സും ക്വീൻ ഓഫ് കപ്സും പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുമെന്നാണ്. ക്ഷമയോടെ ഇരിക്കുക. നിങ്ങൾ ശരിയായ പാതയിലാണ്, പക്ഷേ ചില കാര്യങ്ങൾ സംഭവിക്കാൻ സമയമെടുക്കും. ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. സ്വയം സംശയിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്നും നിങ്ങൾ ശക്തനാണെന്നും വിശ്വസിക്കുക. നിങ്ങൾ ശരിയായ പാതയിലാണ്. നിങ്ങൾക്കിതുവരെ ഫലങ്ങൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ ഫുൾ മൂൺ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ശാന്തത പാലിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. സ്വയം വിശ്വസിക്കുക. ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അത് രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ക്ഷമയോടെ ഇരിക്കുക. ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഇതാണ് കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ഫുൾ മൂൺ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.